ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ചധികം സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ ഒരു OTT അപ്ഡേറ്റ് ആണ്. ഡീസൽ എന്ന സിനിമ ഈ മാസം നവംബർ 21 നമ്മുടെ സിംപ്ലി സൗത്ത് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. നവംബർ 21 തന്നെ നമ്മുടെ മനോരമ മാക്സിലൂടെ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന ഒരു കൊച്ചു സിനിമയും OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലാലേട്ടൻ പോലീസ് വേഷത്തിലെത്തുന്ന സിനിമയാണല്ലോ L365. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ 2026 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മുടെ ബിനു പപ്പു ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ മമ്മൂട്ടിയായിട്ട് വീണ്ടും ഒരുമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പുതിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ മമ്മൂട്ടിയാണ് നായകൻ. കൂടെ മമ്മൂട്ടി കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഇപ്പോൾ പാട്രിയോട്ടിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും അടൂറുമായിട്ടുള്ള ആ പഴയ കോമ്പിനേഷൻ വീണ്ടും വർക്കാവാൻ സാധിക്കട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിലായത്ത് ബുദ്ധയെ പറ്റിയാണ്. സിനിമയ്ക്ക് അങ്ങനെ UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. സിനിമയുടെ ബുക്കിംഗ് അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വിലായത്ത് ബുദ്ധയുടെ ഇൻ്റർവ്യൂയുടെ സമയത്ത് നമ്മുടെ പൃഥ്വിരാജ് ഒരു സൂചന തന്നിട്ടുണ്ട്. മെമ്മറീസ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ജിത്തു ജോസഫ് തന്നോട് പറഞ്ഞായിരുന്നു അതിനെപ്പറ്റിയുള്ള സൂചന എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും മെമ്മറീസിൻ്റെ രണ്ടാം ഭാഗം നടക്കട്ടെ. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സ്വീകരിക്കുന്നതായിരിക്കും. ഇന്നലെ നമ്മുടെ നയൻതാരയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതേ പ്രമാണിച്ച് ഒരു നമ്മുടെ ഡിയർ സ്റ്റുഡൻസിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യാരക്ടർ കുഴപ്പമില്ലാത്തൊരു പോസ്റ്ററാണ്. അപ്പോൾ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ നിവിൻ പോളിനെ നായകനാക്കി B. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യാൻ പോണ സിനിമയുടെ ഒരു ചെറിയൊരു ഷെഡ്യൂൾ നമ്മുടെ ഹിമാലയത്തിൽ അങ്ങനെ പാക്കപ്പ് ആയതുകൊണ്ട് ഷർഫുദ്ദീൻ എല്ലാവരൊക്കെ ഉണ്ട് നിവിൻ പോളിയോടൊപ്പം. അപ്പോൾ ഇനി അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടികപ്പിയാരിയ കൂട്ടമണി, ഉറിയടി എന്ന സിനിമകളുടെ ഡയറക്ടറിൻ്റെ അടുത്ത സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം. അപ്പോൾ ഈ സിനിമയെ നമ്മുടെ അടികപ്പിയാരിയ കൂട്ടമണി പോലെ തമാശ നിറഞ്ഞൊരു ചിത്രം തന്നെ ആവട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ OTT വാർത്തകളും പിന്നെ മറ്റ് സിനിമ വാർത്തകളും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.